ഇത് കുണ്ടന്നൂർ തേവര ബ്രിഡ്ജ്. ഇതിന് വേറൊരു പേര് കൂടി ആളുകൾ ഇട്ടിട്ടുണ്ട്. ഇതിലെ പോകുന്ന യാത്രക്കാരാണ് അണ്ടിതല്ലിപ്പാലം എന്നാണ് ഇതിനെ ആളുകൾ വിളിച്ചു വരുന്നത്. കശുവണ്ടി ആയിരിക്കും ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഫേമസായ ബ്രിഡ്ജാണ്. കാരണം ഇവിടെ കട്ടർ ഒഴിഞ്ഞിട്ട് നേരമില്ല എന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പും ഞാൻ ഈ പാലത്തിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ അധികാരികൾ കണ്ണു തുറക്കുക എന്ന രീതിയിലാണ് ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് ജനങ്ങളെ നിങ്ങളാണ് കണ്ണു തുറക്കേണ്ടത്. എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം അനുഭവിച്ചാലും അതിനെതിരെ പ്രതികരിക്കാത്ത ജനങ്ങളെ നിങ്ങളാണ് കണ്ണു തുറക്കേണ്ടത്. ഇതുമൂലം നിരവധി അപകടങ്ങൾ, നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള പാലമാണത്. എന്ത് തന്നെ ആയാലും നമ്മൾ സഹിച്ച് പോകും എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനോഭാവമാണ് മാറേണ്ടത്. നമ്മൾ പ്രതികരിക്കുക. എത്ര വർഷങ്ങളായി നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായി. ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാൻ അധികാരികൾക്കും കഴിഞ്ഞിട്ടില്ല. അതിനെതിരെ നല്ല രീതിയിലുള്ള പ്രതികരണം കാഴ്ചവെക്കാൻ ജനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിലെ പോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുടെ യാത്ര. ഈ പാലത്തിലൂടെ പോകുന്ന ടൂ വീലേഴ്സിനെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. കാരണം നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ചവർക്ക് ഇതിലൂടെ വാഹനം ഓടിച്ചു പോകാൻ കഴിയുള്ളൂ. ഒരു സർക്കസ് കൂടാരത്തിലെ അഭ്യാസിയെ പോലെയാണ് ഇതിലെ പോകുന്ന ഓരോ ടൂ വീലേഴ്സും പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. ഈ പാലം സ്ഥിരമായി ഇതുപോലെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ വലിയ വലിയ കുഴികളുണ്ടാകുമ്പോൾ ഈ പാലത്തിൽ റിപ്പയറിംഗ് നടക്കാറുണ്ട്, ടാറിങ് നടക്കാറുണ്ട്. കുഴിയടക്കലാണ് ഇവർ ചെയ്യുന്ന ഏക പരിപാടി. റീടാറിങ് ഇതുവരെ നടന്നിട്ടില്ല വർഷങ്ങളായിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ കുഴികൾ അടക്കുമ്പോൾ ലക്ഷങ്ങളാണ് ചിലവാകുന്നത്. ഇതെല്ലാം നമ്മുടെ ഫണ്ടാണെന്ന് കൂടി പൊതുജനങ്ങളായ നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ വീഡിയോയിലും ഞാനത് പറഞ്ഞതാണ്. റീടാറിങ് അല്ലാതെ ഇതിന് പരിഹാര മാർഗമില്ല. ഇതിൽ താൽക്കാലിക കുഴിയടക്കൽ കൊണ്ടിട്ട് ഒരു രക്ഷയുമില്ല എന്നുള്ളത് നമുക്ക് ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ചെയ്യുന്നവർക്കും അറിയാം, പക്ഷെ ചെയ്യില്ല. ഈ പഴയ ടാറിങ് എല്ലാം പൊളിച്ചു കളഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള റീടാറിങ് മാത്രമാണ് ഇതിൻ്റെ ഏക പരിഹാര മാർഗമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന പ്രതീക്ഷയോടെ നേർക്കാഴ്ചയ്ക്ക് വേണ്ടി സിയാദ്.